ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻറ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻറ്റ് ലെവലുകൾ വരുന്നത് ഈ ഒരു 3 സോണാണ്. നല്ലൊരു സപ്പോർട്ട് ഏരിയയാണ്. 18,438, 423, 410. ഈ ഒരു 3 ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. മാർക്കറ്റ് നാളെ ഈ ഒരു ലെവലിൻ്റെ ബിലോ ആണ് ഓപ്പൺ വരുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,526, 537 ലെവലാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഈ ഒരു ലെവൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നതിന് ശേഷം ഫാളാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചെറിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് 18,366, 356 ആണ്. അതിൻ്റെ ബിലോ സപ്പോർട്ട് ഏരിയ വരുന്നത് 325, 317 ആണ്. SL ട്രയലിംഗ് ചെയ്ത് മാത്രം ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റി നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. കഴിഞ്ഞ ദിവസത്തെ ഹൈ പോയിൻറ്റ് ക്രിയേറ്റ് ചെയ്ത ലെവൽ തന്നെയാണ് 18,666. അതിൻ്റെ ബിലോ ചെറിയൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട് 623. അതും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ടാർഗറ്റ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിൻ്റെ എബവ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് തന്നെ പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 43,541, 514 ലെവലാണ്. ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാം. ഇനി അഥവാ അല്ലെങ്കിൽ ഈ ഒരു ലെവലൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻ്റായി ആക്ട് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ലെവലിൽ നിന്ന് വന്നു പിന്നീട് ഒരു സപ്പോർട്ടായി ആക്ട് ചെയ്ത് വീണ്ടും ചെറിയ റിവേഴ്സിൽ വന്ന് ഈ ഒരു ലെവലിൽ വെച്ച് എൻട്രി പോയിൻ്റ് കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യുക. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവൽ തന്നെയാണ്. ട്രേഡ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റ് നാളെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കിട്ടുന്നത് എങ്കിൽ കോൾ ഓപ്ഷനിലേക്ക് പോകേണ്ട എൻട്രി വരുന്നത് 43,361 ലെവൽ ബ്രേക്കൗട്ട് നടക്കുമ്പോഴാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ്. മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് വരുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 43, 150, 153. ഇത്രയും ട്രേഡിംഗ് പ്ലാനാണ് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബിലോ ഈ ഒരു ഹൈ പോയിൻറ്റിൻ്റെ ബിലോ ആണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ട്രെൻഡ് കൺഫേം ചെയ്തിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇനി ഇൻട്രാഡേയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഇൻട്രാഡേ സജഷൻ ഉള്ളത് കൊടാക് ബാങ്കാണ്. കൊടാക് ബാങ്ക് ഈ ഒരു ലെവൽ കഴിഞ്ഞ ദിവസം അതുപോലെ അതിന് മുമ്പത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടായി ആക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവൽ ബ്രേക്കൗട്ടാണ് നടക്കുന്നതെങ്കിൽ ലെവൽ വരുന്നത് 18,79, 76. ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടന്ന് ഫാളാണ് വരുന്നതെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,57, 55 എന്ന സോണിലേക്കാണ്. അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അഥവാ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സലാണ് കിട്ടുന്നത് എങ്കിലും ഈ ഒരു ഹൈ പോയിൻറ്റിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റിന് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ SL ട്രയലിംഗ് ചെയ്ത് മാത്രമേ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ക്യാച്ച് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. ചിലപ്പോൾ ഒരു നല്ല റിസ്കി ട്രേഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 19,24 ആണ്. ട്രയലിംഗ് ചെയ്ത് മാത്രം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്തത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ. ICICI ബാങ്ക് 934 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 943 ഫൈനലായിട്ടുള്ള ടാർഗറ്റ് 949 ലെവലും ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നാളത്തേക്ക് നോക്കുന്നില്ല. പ്രധാന കാരണം നല്ലൊരു ടാർഗറ്റ് കിട്ടൂല. ചെറിയൊരു ടാർഗറ്റിന് വേണ്ടി നല്ലൊരു റിസ്ക് എടുക്കേണ്ടി വരും. ആയതിനാലാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ICICI ബാങ്കിൽ ഒഴിവാക്കിയിരിക്കുന്നത്. സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ സിങ് സജഷൻ ഒരുപാട് ദിവസങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. നല്ലൊരു സിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഷെയർ ചെയ്യാതിരിക്കുന്നത്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും യൂട്യൂബിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.